വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അവർ ചാനൽ. അങ്ങനെ നമ്മതാ ഇന്ന് പോകുന്നത് എൻ്റെ വെറുതെ നടക്കാൻ പൊരണ്ടയില് ഇങ്ങനെ റൗണ്ട് ചുറ്റാൻ പോവുകയാണ് ഗൈസ്. ചെരുപ്പില്ല, ഞാൻ ചെരുപ്പ് മാറ്റിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഐശ്വത നമ്മളെ ബൾപ്പ് മൊത്തം ഐശ്വര്യ ഞാൻ ചുറ്റിക്കുന്നതായിരിക്കും ഇന്ന്. ഐശ്വ പറഞ്ഞു ഒരു ബാനും ഇല്ലാലോ. ആദ്യമായിട്ട് കാണുന്നത് പല സ്ഥലങ്ങളും നീ ആദ്യമായിട്ട് കാണാൻ പോവുകയായിരിക്കും അല്ലാന്നുള്ള പറയുന്നത്. അതൊക്കറിയാം അത് ഡാഡിന്റെ ഒരു സംഭവമാണ് ഗൈസ്. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ എൻ്റെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. ഇവിടെ ചളി ചവിട്ടിയിട്ട് വരാനില്ല എന്നല്ല പറയുന്നുണ്ട്. എന്തില്ല അത് ഇവിടുന്ന് അത്ര തന്നെ ചളിയില്ല. ബാക്കി കുറച്ച് സ്ഥലം നല്ല സ്ഥലമാണ്. ചളിതാ നമ്മളെ പോലെ ഇങ്ങനെ ചളിയെല്ലാം ചോട്ടി ഇതാ എന്ത് സീനില്ല. സംഭവം ഇത്രേ ഉള്ളൂ. ബാ ഇല്ല നടൂല വേണേ. ഇത് മറ്റേത് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കും കുതിര. ബാ വെളുത്ത വേണ്ടൊന്നും വേണ്ടില്ല. പൊന്തിക്ക് കുറച്ച് ചീല ഇങ്ങനെ നടന്നിട്ട് വാ. വീടെത്തുമ്പോൾ കാലത് ഇങ്ങനെ ഇടാം എത്തി. കഴിഞ്ഞ് ബാ വലിയൊരു കാട്ടിലൊക്കെ എത്തിയിരിക്കുന്നു ഗൈസ്. ഒരു വലിയൊരു കൊടുങ്കാടാണ്. എയില പോവും, അയില മീത്തലേ പോന്നാ, ഇല താലേ പോന്നാ, ഇല പോവാ കോളം കാണിക്കാം. അങ്ങനെ ഞങ്ങളിതാ നടന്ന് പോവുകയാണ്. നടന്നിട്ട് ഇതാ ഫുള്ള് നല്ല റോഡെല്ലാം ഉണ്ടായിന്. അന്നെങ്കിലും അവളെ ചളി ചവിട്ടിപ്പിക്കണമെന്ന് എൻ്റെ ഒരു ആശ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതാ ഇപ്പോൾ കുളം കാണിക്കാൻ അവിടെ നിന്നിട്ടുണ്ട്. ചെറിയ കുളം ഇത്. ഇങ്ങനെ ഇതിൽ പണ്ട് വലുതുണ്ടായിന്, വലിയ ഒഴുക്ക്. അതന്നെ അഴുക്ക്. പണ്ട് ഇത് വലിയ ഇതുണ്ടായ തോട് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ട്. ഇപ്പം കാടെല്ലായതുകൊണ്ട് കാണില്ല. അങ്ങനെ ആദ്യം ഞങ്ങൾ ചളിയിലേക്ക് എത്തിയിരിക്കുന്നു. ചളി ചവിട്ടാത്ത ആള് ചളി ചവിട്ടിയിരിക്കുന്നു. ഇങ്ങനെ നടന്നിട്ടെത്തി. ഇത് നമ്മളെ വലിയ കുളം കാണാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ. ഇതിൻ്റെ മീത്തലെല്ലാം വയ്യുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയെങ്കിൽ മാൽപ്പമ്പ് ഗോൾഡൻ ബേക്കറിൻ്റെ ബാക്കാണിത്. അപ്പോൾ അതിലെ പോയെങ്കിൽ ഗോൾഡൻ ബേക്കറിക്ക് എത്തി. ഇത് നമ്മൾ തറവാട്, ഇവിടെ ഒരു തറവാട് പോയുണ്ട്. തറവാട് പോരൻ്റെ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ തറവാട്. ഇപ്പം തറവാട് പേരൻ്റെ പണി നടക്കുന്നുണ്ട്. ഇത് നമ്മളെ ബായ് ഇവിടെ പണി എടുക്കുന്ന കഥ ഫുള്ള് ഇടിഞ്ഞിട്ട് വീണിട്ടുണ്ടല്ലോ ഇവിടെ. ഞങ്ങളിതാ ഇങ്ങനെ നടന്ന് കഴിയുന്നില്ലല്ലോ. ഇച്ചിരി നടക്കുമ്പോൾ കഴിയുന്നില്ലാന്ന്. ഞാൻ എത്ര നടക്കാണ്ട് സുഖമില്ല. ഇതെല്ലാം നമ്മളെ പണ്ട് എന്താ പറയല്, പണ്ടത്തെ കുറേ ഓർമ്മകളെല്ലാം ഇവിടെ ഇങ്ങനെ കളിച്ച് പാടിക്കൊണ്ടുണ്ട്. മറ്റേ ആയത്തണ്ടിൻ്റെ മെത്തിൽ റിക്ഷയാക്കി കളിക്കുന്ന അങ്ങനത്തെ എല്ലാ വൈബുള്ള ഒരു സ്ഥലമാണ്. ഇനി നമ്മളെ തോട്ടത്തിലേക്ക് എൻട്രി ആവാൻ പോവുകയാണ് ഗേസ്. അങ്ങനെ ഐശു വരുന്നില്ല ഗേസ്. ഇതിൻ്റെ തായും കുറേ സ്ഥലമുണ്ട് കാണാൻ. ഇങ്ങനെ നടന്നിട്ടെല്ലാം പോയിട്ട് അതിൽ ഇങ്ങനെ പോയെങ്കിൽ കുറേ സ്ഥലം കാണാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനൊക്കെ വെന്തു ഇതാ കവുങ്ങ് പോലത്തെ തെങ്ങ് അവിടുത്തു. കവുങ്ങ് പോലത്തെ ഒരു തെങ്ങ് ഐശു കാണിച്ചിട്ടുണ്ട്. അതായത് ഇത് ഇവിടെയാണ് വരുന്നത് ആ കവുങ്ങ് പോലത്തെ തെങ്ങ്. അത് നിങ്ങൾ കാണണം വീഡിയോയിൽ. അതിൻ്റെ ഇടയിലുണ്ട് ദോതട. ഓക്കെ, അതാണ് അപ്പോൾ ഐശു കാണിച്ചത്. പിന്നെ ഇതെൻ്റെ കുഞ്ഞാൻ്റെ പോരെ ഉണ്ടായ പണ്ട്. ഇപ്പം ഇല്ല, കുഞ്ഞാലെല്ലാം സ്ഥലം മാറി. ഇതെല്ലാം നമ്മളെ കുറേ ഇലെല്ലാം ബയ്യുണ്ട് ഐശു, എനിക്കറിയോ? ഇലെല്ലാം ബയ്യുണ്ട്. ഇലെല്ലാം ഇങ്ങനെ പോവാ ബയ്യുണ്ട്. ഓക്ക് പേടിയാതുകൊണ്ട് അവൾ വരുന്നില്ല ഗൈസ്. നമ്മളോട് പറഞ്ഞിന് ഇതൊന്നും ഇപ്പോൾ ഒന്നും തീരിയില്ലാന്ന് നോക്കിയാലും. അപ്പോൾ ഇതെല്ലാം പണ്ടെല്ലാം ബയ്യുണ്ടായിന്. ഇതിലൊരു തോടുണ്ടായിന്. അതിപ്പോൾ ഉണ്ടാകും. ഞാൻ നോക്കാൻ പോകുന്നത് ഞാൻ കുറേ പണ്ടെല്ലാം ഭംഗിനില്ല. തോടുണ്ട്, ഇതാടാ തോട്. ഇതെല്ലാം ബയ്യന്നെ. ഈ ബൈലേ കൂടിയിട്ട് ഇങ്ങനെ പോയെങ്കിൽ ഇങ്ങനെ പോയിട്ട് അത് നമ്മളെ ഭാസ്കരേട്ടൻ്റെ വരെ
പിന്നെ അത് താഴെ കണ്ടോ, ഇതെല്ലാം നമ്മളെ തോട്ടം. അപ്പോൾ നമ്മളെ തോട്ടം ഏകദേശം ഇത് ഇടുന്ന നമ്മളെ തോട്ടം ഉണ്ടായി. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം നമ്മളെ തോട്ടം തന്നെ. പിന്നെ ഇത് കുഞ്ഞാൻ്റെ പോരാ. അങ്ങനെ ഇങ്ങനെയെല്ലാം ഇട്ട് ഇതിലെല്ലാം കുറേ വഴിയുണ്ട് കേസ്. ഇതിലിങ്ങനെയെല്ലാം പോകുന്നുണ്ടെങ്കിൽ തന്നെ കുറേ വഴിയുണ്ട്. ഐശു അവിടെ നിന്ന് ഓള് വരുന്നില്ല, കാണണ്ടാവില്ലിട്ട്. ഇതാ നല്ല തോട്ടീൻ്റെ മരവും അങ്ങോട്ടെല്ലാം വലിയ വലിയ പോരെല്ലാം ഉണ്ട് കേസ്. അതിലെല്ലാം തന്നെ ഒരു ദിവസം ഞാൻ വരുന്നതായിരിക്കും. ഓളാടെ നിന്ന് മുനിയായിട്ട് കൂക്കുന്നുണ്ട്. ഇത് ഈല വയ്യുണ്ട്, ഈല വയ്യുണ്ട്. പിന്നെന്ത്, ഓളാടുന്ന് കൂക്കുന്നത് കൊണ്ട് ഞാൻ റിട്ടേൺ പോകുന്നു. കൊതു വെച്ചിട്ട് കൂക്കുന്നുണ്ട്. ഇത്രയല്ല നല്ല സ്ഥലം കാണിക്കാണ്ട് എനിക്ക് കൊതു അടിച്ചാ. ഫുൾ ഫയർ ഗൈസ്. ഓള് എന്ത് ചെയ്യാൻ. അങ്ങനെ അതാ കൊതു കടിച്ചിട്ട് കൈയെല്ലാം പൊടുത്തിരിക്കുന്നു ഐശുവിൻ്റെ. ഇതാണ്. അപ്പോൾ ഇനിയും ഉണ്ട്. ഈലെ പോയിട്ട് ആടെ ഒരു കുളമുണ്ട്. അതിലങ്ങനെ പോയെങ്കിൽ ആടെ ഒരു വയൽ കാണുന്നില്ല പക്ഷെ വീഡിയോയിൽ. അവിടെ അപ്പുറത്തെ സൈഡ് വയലുണ്ട്. അതിലിങ്ങനെ വയലേ കൂടിയിട്ട് പോയി അങ്ങനെ പേർക്കെത്തും. പക്ഷെ അമ്മ അതിലേ പോകുന്നില്ല, നമ്മൾ ഈലേ കൂടിയിട്ട് പോവുകയാണ് കേസ്. ബാ, ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടന്ന് ഇങ്ങനെ അതിലെ പെരുക്ക് തന്നെ പോകുന്നു. ഓളം കൊണ്ട് വന്നിട്ട് വീഡിയോ ഫുള്ളാക്കാൻ കഴിയും തോന്നില്ല. ഓക്കെ ബെന്തോലും ഓളെ കൊണ്ടുവരാതെ ഞാൻ ഒരു ദിവസം വന്നിട്ട് എൻ്റെ വീഡിയോ ഫുൾ എടുക്കുന്നതായിരിക്കും. ഇല്ല പോന്നാ ഓക്കെ. ഇങ്ങനെ ഇടവഴിയെല്ലാം പോകുന്ന ഭയങ്കര പോരി. പിന്നെന്ത്, കാട് കൊതുവെച്ചുന്നാ. കാട് പിന്നെ കൊതുവച്ചാനുള്ള പണ്ടേ വഴിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടെല്ലാം ഉണ്ടായ സ്ഥലമാണ്. ഭായിമാർ ഫുള്ള് നോക്കി എന്തിപ്പോൾ ഇത് സംഭവം എന്നാൾക്കറിയില്ലല്ലോ സംഭവം എന്തെന്ന്. ഇനി നടന്നിങ്ങനെ പോവുകയാണ് കേസ്. സൈക്കിളുണ്ട്, സൈക്കിൾ ഓടുന്നോ? സൈക്കിൾ വേണ്ട. ഇപ്പോൾ ഈ വഴിയിൽ തന്നെ നേരെ എങ്ങനെ പേർക്കെത്തും. നമ്മൾ വന്നതയിലെ ഇഷ്യൂ അപ്പുറത്തേലേ കൂടിയിട്ട് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ടാ. ഇയാളെ കൊണ്ട് ഫുള്ള് റൗണ്ട് ചുറ്റാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പകുതി റൗണ്ട് ചുറ്റിയിട്ടിട്ട് വന്ന് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. പിന്നെ ചളിയൊന്നും ചവിട്ടാൻ കഴിയാത്തത് കൊണ്ട് വെട്ടിയിരിക്കുന്നു. ഇത് ഈ റോഡ് നേരെ നമ്മളെ പുരക്കെത്തുന്നതാണ്. അതായത് പുരൻ്റെ മുറ്റത്തേ കൂടിയിട്ടുള്ളൊരു റോഡാണിത്. ഇതെല്ലാം തോട്ടം. ഈ തോട്ടത്തിൽ നമ്മൾ ഇപ്പോൾ കീഞ്ഞിട്ടേ ഇല്ല. ഇപ്പം നമ്മൾ അതിലിങ്ങനെ മീത്തലേ വന്നെയാണ്. തോട്ടത്തിലെ പണയിൽ എൻ്റെ പുരൻ്റെ ഇല്ല, അതിൽ അപ്പുറത്തിലേറ്റ് പോവാ. ഇതെല്ലാം എൻ്റെ പുരൻ്റെ താഴെയുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഈ ഫുഡെല്ലാം കഴിക്കുമ്പോൾ അധികം കൊച്ചിയിൽ നിന്ന് കാണിക്കുന്ന സ്ഥലമാണ് ഇതെല്ലാം. അങ്ങനെതാ എൻ്റെ പുരക്ക് എൻട്രൻസ് ആകാൻ പോവുകയാണ് ഗീസ്. ഇതാണ് എൻ്റെ സ്വീറ്റ് ഹോം. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗീസ്. തോട്ടമെല്ലാം കണ്ടിട്ട് വന്ന് ബെൻത്ത് കുറേ കൊതുകുച്ചി ബെൻത്ത് ചക്കയുണ്ട്. ചക്ക അറിയുന്ന അങ്ങനെ അതെൻ്റെ പോരാ. എൻ്റെ ചെറിയ വീട്. ഇവിടെ കുറേ എന്തെല്ലാം എൻ്റെ ഉമ്മ ഉപ്പാവെല്ലാം ചെടി പ്രാന്തമാണ്. എന്തെല്ലോ ചെടിയുണ്ട്. എൻ്റെ പേര് പറഞ്ഞിട്ട് തരാനറിയില്ല, അതുകൊണ്ട് പറയുന്നില്ല. അറിയുന്ന ആളെല്ലാം കമൻ്റ് അയക്കും. നല്ല നല്ല ചെടികൾ ഇതെല്ലാം കണ്ട. ഇതിൽ പണ്ട് ചെറുതുണ്ടായി, ഇപ്പോൾ വലുതായത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ പേരിനിട്ടാണ്. നല്ല അടിപൊളി റോസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ എന്തെല്ലോ ചെടിയുണ്ട്, എന്തെല്ലോ ചെടി പേരറിയാല. എന്തെല്ലോ ചെടീൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം പണ്ട് ചെറുത് കഴിഞ്ഞത് ഇപ്പതാ അങ്ങേ അറ്റായി. പിന്നെ ഇതെല്ലാം ഉണ്ട്. ഇതെന്ത് പറഞ്ഞാൽ മുസമ്പീൻ്റെ അങ്ങനത്തെ എന്തിൻ്റെ ചെടി. ഇത് മറ്റേ ഒരു നല്ല ഫ്രൂട്ട്സ്. പിന്നെ ചന്തങ്ങ, കവുങ്ങ്, പപ്പങ്ങായിൻ്റെ മരം, എന്തെല്ലോ ചെടികളുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞാൻ അടുത്തൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.